പാലക്കാട് പന്നിയങ്കര ടോൾ ബൂത്തിൽ നാളെ മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കും. സ്കൂൾ വാഹനങ്ങൾക്കും ടോൾ നൽകേണ്ടി വരും. മതിയായ ചർച്ചകളില്ലാതെ ടോൾ ഈടാക്കാനുള്ള കമ്പനി തീരുമാനം അംഗീകരിക്കില്ല എന്ന് പി സുമോദ് MLA പറഞ്ഞു. തീരുമാനത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ. ഒരിടവേളയ്ക്ക് ശേഷം പന്നിയങ്കര ടോൾ പരിസരം പ്രതിഷേധ ചൂട് അറിയാൻ പോവുകയാണ്. നാളെ മുതൽ ടോൾ വഴി കടന്നു പോകണമെങ്കിൽ പ്രദേശവാസികളും പണം നൽകണം. നേരത്തെ നാട്ടുകാരുടെ പ്രതിഷേധ ചൂട് ആവോളമറിഞ്ഞ പന്നിയങ്കര ടോൾ പ്ലാസയിൽ നാളെ മുതൽ വീണ്ടും പരിസരവാസികളിൽ നിന്ന് ടോൾ പിരിക്കാൻ ആരംഭിക്കും. വടക്കഞ്ചേരി, കിഴക്കഞ്ചേരി, വണ്ടാഴി, കണ്ണമ്പ്ര, പുതുക്കോട്, തൃശൂർ ജില്ലയിൽ ഉൾപ്പെട്ട പാണഞ്ചേരി എന്നീ 6 പഞ്ചായത്തുകളിലെ സ്ഥിര താമസക്കാർക്ക് നൽകി വരുന്ന ഇളവ് ഇനി നൽകാൻ കഴിയില്ലെന്നാണ് കമ്പനി നിലപാട്. മുൻകൂട്ടി നിശ്ചയിക്കാതെ ടോൾ പിരിവ് നടത്താൻ പാടില്ലെന്ന മുൻ തീരുമാനത്തിൽ നിന്ന് വിരുദ്ധമായുള്ള നീക്കമുണ്ടായാൽ വലിയ പ്രതിഷേധങ്ങൾ കാണേണ്ടി വരുമെന്നാണ് സമരസമിതി അടക്കം പറയുന്നത്. ടോൾ കമ്പനിയുടെ ഇടയ്ക്കിടെയുള്ള ഭീഷണി വിലപ്പോകില്ലെന്ന് പി സുമോദ് MLAയും പറഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ മുൻകൂട്ടി അറിയിക്കാതെ പ്രാദേശികമായി ടോൾ പിരിക്കാൻ ആവശ്യമായ തീരുമാനം നടപ്പിലാക്കാൻ വേണ്ടി ടോൾ കമ്പനി തുടർന്നാൽ അതിശക്തമായ ജനകീയ സമരത്തിന് പന്നിയങ്കര ടോൾ പ്ലാസ സാക്ഷ്യം വഹിക്കുമെന്ന മുന്നറിയിപ്പ് ഇവിടെ നൽകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. 2022 മാർച്ച് 9 മുതലാണ് പന്നിയങ്കരയിൽ ടോൾ പിരിവ് തുടങ്ങിയത്. ഇതിനിടെ പലതവണ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കാനും നീക്കം നടത്തി. എന്നാൽ ശക്തമായ എതിർപ്പുകളെ തുടർന്ന് കരാർ കമ്പനി പിരിവിൽ നിന്നും പിന്മാറുകയായിരുന്നു. നേരത്തെ മുൻകൂട്ടി അറിയിച്ച് കൂട്ടായ ചർച്ചയിലൂടെ മാത്രമേ ടോൾ പിരിവിന്റെ ഇപ്പോഴത്തെ ഘടനയിൽ മാറ്റം വരുത്താവൂ എന്ന് സർവകക്ഷി യോഗത്തിൽ അറിയിച്ചിരുന്നതാണ്. അതിന്റെ ലംഘനമാണിപ്പോൾ നടക്കുന്നതെന്നാണ് MLA അടക്കം പറയുന്നത്. പ്രദേശവാസികളിൽ നിന്ന് ടോൾ പിരിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് കമ്പനിയുടെ തീരുമാനമെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് നാളെ ടോൾ പരിസരം സാക്ഷിയാകും. ടോൾ കമ്പനിയുടെ ഭീഷണിപ്പെടുത്തലുകൾക്ക് വളം വെച്ച് കൊടുക്കില്ലെന്ന് തന്നെയാണ് സ്ഥലം MLA അടക്കം പറയുന്നത്. രാജീവ് സുദേവനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ.